നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. 78-ാം മണിക്കൂർ മഹാദുരന്ത ഭൂമിയായ വയനാട്ടിൽ നിന്നും ആശ്വാസ വാർത്ത പുറത്തുവരികയാണ്. മൃതദേഹങ്ങൾ തേടിപ്പോയിരുന്ന സൈന്യത്തിന്റെ മുന്നിൽ കണ്ടത് 4 പേരെ ജീവനോടെ. ഈ 4 പേരെയും രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്റർ കയറ്റി തിരികെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ 4ാം ദിവസമാണ് സൈന്യത്തിന്റെ തിരച്ചിലിൽ 4 പേരെ ജീവനോടെ കണ്ടെത്തിയത്. 2 സ്ത്രീകളെയും 2 പുരുഷന്മാരെയുമാണ് പടവട്ടിക്കുന്ന് എന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്തിയത്. കാഞ്ഞിരക്കത്തോട്ട് കുടുംബത്തിലെ ജോണി, ജോമോൻ, എബ്രഹാം, ക്രിസ്റ്റി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് എന്നാണ് വിവരം. ഇവരെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സംഘത്തിലെ സ്ത്രീയുടെ കാലിന് പരിക്കേറ്റ നിലയിലാണെന്നാണ് വിവരം സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു വീട് ഇവരുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഈ മണ്ണിടിച്ചിൽ കാര്യമായി തന്നെ, ഉരുൾപൊട്ടൽ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. എന്നാൽ ഇവരുടെ വീട്ടിൽ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല, കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. രക്ഷപ്പെടുവാനോ പുറത്തേക്ക് ഇറങ്ങുവാനോ ആരോടെങ്കിലും ഇക്കാര്യം പറയുവാനോ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ായിരുന്നു. എന്നാൽ ഇന്ന് സൈന്യം എത്തിയപ്പോൾ, അതായത് സോണുകൾ തിരിച്ചുള്ള തിരച്ചിലായിരുന്നു. എല്ലാവരും ചേർന്ന് ഒറ്റ മേഖലയിലേക്കല്ല, എല്ലാവരും പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല മേഖലയിലേക്ക് അന്വേഷണം തിരിക്കുകയായിരുന്നു. ആ അന്വേഷണത്തിൽ നിന്നാണ് പടവട്ടിക്കുന്നിൽ നിന്നും 4 പേരെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞത്. സത്യത്തിൽ ഈ ഒരു വലിയ മഹാ ദുരന്തത്തിൽ ആരെങ്കിലും ജീവനോടെ ഇനിയും ഈ 4ാം നാൾ 78 മണിക്കൂറിൽ അവശേഷിക്കുമോ എന്ന് യാതൊരു പ്രതീക്ഷയും സൈന്യത്തിനില്ലായിരുന്നു എന്ന് വേണം പറയാം. പക്ഷേ അവിടെ പല മൃതദേഹങ്ങളും തേടിപ്പോയി. അത്രയും ദയനീയ കാഴ്ചയായിരിക്കും ഇനി തങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്, അത്രയും മനക്കട്ടി കൊണ്ട് തന്നെയാണ് അവർ ഓരോ സ്ഥലത്തേക്കും ഇറങ്ങുന്നത്. അവിടെ നിന്നുമാണ് 4 പേരെ ജീവനോടെ രക്ഷിക്കാനായി സൈന്യത്തിന് കഴിഞ്ഞത്. ഈ 78-ാം മണിക്കൂറിൽ അവർ ഭക്ഷണവും വെള്ളമോ ഒന്നുമില്ലാതെ കഴിഞ്ഞിരിക്കുന്ന നിമിഷമായിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടമായതിനാൽ തന്നെ അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ച് പിന്നീട് ഒരു കാറിൽ കയറ്റി അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു യുവതിക്ക് മാത്രം കാലിൽ പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് പ്രാഥമിക ചികിത്സയൊക്കെ നൽകുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് കൗൺസിലിംഗ് അടക്കമുള്ളവ ആവശ്യമുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതൊരു സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സൈന്യമാണ്, ഇന്ത്യൻ ആർമിയാണ് ഇക്കാര്യം ആദ്യമായി ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യം വിശദീകരിച്ച് 4 പേരെ ജീവനോടെ കണ്ടെത്തിയെന്ന കാര്യം വിശദീകരിച്ചത്. ഒരു സംയുക്ത ഓപ്പറേഷൻ ആയിരുന്നു. അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ.